ഹലോ. അപ്പൊ ഇന്ന് എനിക്ക് അബദ്ധം പറ്റി രാത്രിയപ്പ ഞാൻ 2 ദിവസം മുന്നേ ഞാൻ കുപ്പിവള വാങ്ങി ഗൈസ്. തീരിക്കണം കുപ്പിവള 2 ഡസൻ ഞാൻ മേടിച്ച് എന്നോട് പറഞ്ഞ് ഇട്ട് നോക്കാൻ പറഞ്ഞ്. ഞാൻ എന്താ എന്റെ കൈ കിടക്കണ വള വലുതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അതിന് ചെറിയ വള മതി എന്ന് പറഞ്ഞാൽ ചേച്ചി ചെറിയ വള എടുത്ത് വന്നിട്ട് പോയി. അത് നല്ല വലിയ വളയായിരുന്നു. ഞാനപ്പൊ പറഞ്ഞ അതിന് തൊട്ട് ചെറുതായത് ഇതെടുത്ത് പറഞ്ഞ അത് മതി ചേച്ചി. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് കല്യാണം. അപ്പൊ ഞാൻ വിചാരിച്ച് ഒന്ന് എനിക്ക് ഇട്ട് നോക്കണം. വള കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. ഡ്രസ്സും എന്റെ ഈ ഒരു കളറാണ്. ഇട്ട് കൈയൊക്കെ പൊട്ടിച്ച് ഇവിടെ പൊട്ടി ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇത് രസം ചോര നിക്കണില്ല കയ്യിന്ന്. ഇതൊന്നുമില്ല ഡ്രസ്സിലൊക്കെ ചോരയൊക്കെ നല്ലോണം. ഇതാണ് പണി മേടിക്കണം എന്ന് പറഞ്ഞത്. അതില്ലേ ഞാൻ കാണിച്ചുതരാം. ഡസൻ കാണിച്ചുതരാം. വളരെ ഡസൻ 2 ഡസൻ ഉണ്ട്. കൈ ടൈറ്റായിട്ട് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇട്ട് നോക്കി. എന്നിട്ട് എന്തിനാണ് ഈ അബദ്ധങ്ങൾ കാണിക്കണത് ആലോചിക്കണത് അല്ലേ കുഞ്ഞി? എന്താണ് അമ്മ കാണിച്ചത്? ചോര വന്ന് എവിടെയാണ് ചോര? ഓൾറെഡി ഈ ഒരു വളയിൽ തന്നെ കയ്യിലിട്ടിരുന്നത് ഈ കറുപ്പ വളാട്ടാ. അപ്പൊ ഈ കറുപ്പള വലുതായിരുന്നു. അപ്പൊ ഞാൻ ഇതിന് ചെറുതെന്നപ്പോ ചേച്ചി നല്ല ചെറുതെടുത്ത്. ഈ വള ഡ്രസ്സിന് മാച്ചാണ്. നല്ലൊരു ഭംഗിയായിരുന്നു. കയ്യിലിട്ട് നല്ല രസമുണ്ടല്ലേ? ബ്ലാക്കിനെക്കാലം. അപ്പൊ ഇതാണ് പണി മേടിക്കണം പറഞ്ഞ. എന്തൊക്കെ സാധനം മേടിക്കുമ്പോ എപ്പോഴും ഞാൻ പറയും കറക്റ്റ് ഇത്ര ഇതാക്കി മേടിക്ക്. ചോര വെള്ളക്കേറ്റൊന്നും ചോര നിക്കണം കൂടിയില്ല. ഇപ്പൊ വെള്ളക്കേറ്റം എന്താണ് കുഞ്ഞ്? പൊറോട്ട ചിക്കൻ. അത് കുഞ്ഞിന് വേണ്ടി എടുത്ത് വെച്ചാണ്. പൊറോട്ടയും കഴുത്തെന്ന് പറയും. അതാണ് പറയേണ്ട സാധനം പറയേണ്ട സമയത്ത് കറക്റ്റായിട്ട് മേടിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഞാനൊന്നും പറഞ്ഞ് ഇട്ട് നോക്കിട്ട് എടുക്കട്ടാ. വെറുതെ പണി മേടിക്കല്ലേ ഞാനൊന്നും പറയുകയും ചെയ്തു. വെറുതെ ഒരേ പൊട്ടത്തരം കാണിക്കാൻ ആർക്കണം പറ്റാത്തല്ലേ? അതെല്ലാം കിടക്കണ കാണാൻ ഒരു മേലയില്ല. ആ കിലിങ്ങി കൈയൊക്കെ പൊട്ടിയിരിക്കാണ്. പൊട്ടി നല്ല അടിപൊളിയായിട്ടിരിക്കാണ്. അപ്പൊ അതാണ് ഒരു സാധനം മേടിക്കുമ്പോ കെട്ടിയമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കി മേടിക്കാം. അത് മേടിച്ച് കിലിങ്ങണല്ലോ. ബായോട് പോയിഞ്ഞേ ബായ്. ഓക്കെ ബായ്. ബായോട്